ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തെ ഓർത്ത് തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം MAG ഗോസ്പൽ വോയിസ് മൂലമായി എൻ്റെ കുഞ്ഞുങ്ങളോട് ചെന്ന് അതിരാവിലെ സമയത്ത് എഴുന്നേറ്റ് അപ്പച്ചൻ്റെ പാദപിടിത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ചെയ്ത നന്മകളെ ഓർക്കുവാനും നന്ദി പറയുവാനും ഈ പ്രാർത്ഥനയ്ക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും എൻ്റെ പാദപിടിത്തിൽ കൊണ്ട് സമർപ്പിക്കുവാനും ദൈവം അടിയുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അനേകർ കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അതിരാവിലെ ഇരുട്ടോട് എഴുന്നേറ്റിരുന്ന കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കേരളത്തിലും ഇന്ത്യക്കുള്ളിലും പല രാജ്യങ്ങളിലെ കണ്ണുനീരോട് വ്യാധിയെ രോഗത്തിനാലും പലവിധപ്പെട്ട പ്രയാസങ്ങളിനാലും പല ഭയങ്ങളിനാലും പലവിധപ്പെട്ട ശത്രുവിന്റെ കൊടൂരമായിട്ടുള്ള ചതിയിനാലും എൻ്റെ കുഞ്ഞുങ്ങൾ വേദനപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ തത്തളിക്കുന്ന ഒരു ഒത്തിരി പേനകത്തുണ്ട് കർത്താവെ. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ആരെന്നെ വിടുവിക്കും, ആരെനിക്ക് സഹായം ചെയ്യും, ആരുടെ എനിക്ക് ഒരു ആശ്വാസം ലഭിക്കുമെന്ന് കരയുന്നവർ, പേടിച്ച് വിറച്ചിരിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട് കർത്താവെ. അവരെല്ലാം നിന്റെ തൃപ്പാദത്തിൽ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിത്യവൃത്തിക്ക് വഴിയില്ലാതെ അന്നേക്കുള്ള ജീവിക്കാനുള്ള വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് പച്ച, കടഭാരത്തിനാൽ കഷ്ടപ്പെടുന്നുണ്ട് പച്ച, രോഗികളായി കഷ്ടപ്പെടുന്നുണ്ട് പച്ച, കുടുംബത്തിലെ മുഖ്യമായ ചിലരുടെ മരണത്തിന് നിമിത്തമാകെ അവരുടെ വേർപാട് നിമിത്തമായി ദുഃഖത്തിൽ മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട് കർത്താവെ. ഓർത്ത് കരയുന്നവരുണ്ട് പച്ച. അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. എനിക്ക് എന്തിനാണ് ഇത്രയും വലിയ നഷ്ടം വന്നത്, എനിക്ക് എന്തിനാണ് ഈ പ്രോബ്ലം വന്ന് പറഞ്ഞ് ചിന്തിച്ച് മനസ്സ് തകർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകരുണ്ട് പച്ച. മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പച്ച. അവരെല്ലാം നിന്റെ പാദത്തെ കൊണ്ടുവയ്ക്കുകയാണ്. അവർക്ക് ആശ്വാസത്തിന്റെ കരം നീട്ടണം, അത്ഭുതം കർത്താവ് പ്രവർത്തിക്കണം, മഹത്വമേറി നിന്റെ കരത്തിലേക്ക് എന്നെ ഏൽപ്പിച്ച് കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്മാർ കാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. MAG ഗോസ്പൽ വോയിസ് മൂലം ഒരു പ്രാവശ്യം കൂടി ഈ അതിരാവിലെ സമയം നിങ്ങളോടുകൂടെ അല്പസമയം ചെലവഴിക്കുവാൻ കർത്താവ് തന്ന വിലയേറപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1242 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം മുഖത്ത് സ്വർഗത്തിന്റെ കരം ഉയർന്നിരിക്കട്ടെ. കർത്താവിന്റെ മഹത്വം, ദൈവസ്നേഹം, ദൈവത്തിന്റെ കാവൽ, ദൈവത്തിന്റെ പരിപാലനം, അവന്റെ സൂക്ഷിപ്പ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഓരനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കാതെ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസിന്റെ പുസ്തകം 4-ാം അധ്യായം, 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. 1 പത്രോസ് 4:14. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. എത്ര വ്യക്തമായിട്ടാണ് ദൈവം നമുക്ക് അവിടെ അത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകരായി സ്വീകരിച്ച് നമ്മൾ ജലത്തിനാല് സ്നാനപ്പെട്ട് ആത്മാവിന്റെ നിറവില് നമ്മൾ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങോട് ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ ആലോചന വരുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കും, സ്നാനപ്പെട്ടവരായിരിക്കും, അഭിഷേകം പ്രാപിച്ചവരായിരിക്കും. നമുക്കാണ് ഒത്തിരി പാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കാണ് ഒത്തിരി പ്രയാസങ്ങൾ വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് നഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നിന്ദകളും എല്ലാം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നു? ഞാൻ എന്തിനു ഈ വേദപുസ്തകം വായിക്കണം? എന്തിനു ഞാൻ പ്രാർത്ഥിക്കണം? ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, ഒന്ന് ക്രമമായിട്ട് ഞാൻ പെയ്ത്തോമി പോകുന്നു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ തോൾ കൊടുക്കുന്നു, ശുശ്രൂഷകന്മാർ ഞാൻ നന്നായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. 100% ഞാൻ ദൈവത്തോടാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ പരീക്ഷകൾ വരണം, എനിക്ക് ഈ വേദന വരണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ വരണം, എൻ്റെ ഭവനം ഇങ്ങനെ തകരാൻ കാരണം എന്തുവാ, എൻ്റെ ജോലി തകരാൻ കാരണം എന്തുവാ, എൻ്റെ ശുശ്രൂഷ തകരാൻ കാരണം എന്തുവാ, എൻ്റെ കുഞ്ഞുങ്ങളുടെ തലമുറ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തുവാ, ഈ ലോകത്തിൽ കിടക്കുന്ന തീരാതെ രോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് വന്ന് ഞങ്ങളെ നശിപ്പിക്കാനുള്ള കാരണം എന്താ? ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിലുണ്ട്.
ஆனால் അത് ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പറയരുത്. ദൈവത്തിന്റെ ആത്മാവ് ലീഡ് ചെയ്ത് നടത്തുന്ന കുഞ്ഞുങ്ങൾ അത് പറയരുത്. കാരണം ഈ ലോകത്തിൽ നമുക്ക് പാടുകളുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് ഉപദ്രവമുണ്ട് എന്നാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, രണ്ട് മാമരം നിൽക്കുന്നു. ഒരു മാവില് ഇഷ്ടംപോലെ മാങ്ങ കായ്ച്ചു കിടക്കുന്നു, ഒരു മാവില് ഇഷ്ടംപോലെ ഇലയും തടിയുമാ അങ്ങനെ തഴച്ചങ്ങ് കിടക്കുക, ഒരൊറ്റ മാങ്ങ പോലുമില്ല. റോഡിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാവരും, നാട്ടുകാരാണാലും വീട്ടുകാരാണാലും, കല്ലെടുത്ത് അല്ലെങ്കിൽ തടിയെടുത്ത് എങ്ങോട്ടാ എറിയുന്നത്? എതേല എറിയുന്നത്? ആ തൂങ്ങിക്കിടക്കുന്ന കനി കൊടുക്കുന്ന മാവിന്മേലാണ്. ഇഷ്ടംപോലെ മാങ്ങ കായ്ച്ചെടുക്കുന്ന ആ മരത്തിനാണ് ഈ കല്ലേറുകൾ ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത് നിൽക്കുന്ന മരം അത് കണ്ട് ചിരിക്കും. കണ്ടോടാ, എനിക്കൊരാപത്തുമില്ല, എനിക്കൊരു അനർത്ഥവുമില്ല, അവൻ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണ്. കനി കൊടുക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, നമുക്കാണ് കല്ലേറ് വരുന്നത്. ആണ് അടുത്ത വർഷം നോക്കുമ്പോൾ ആ പാടുകൾ അനുഭവിച്ച മരം ഇനി ഞാൻ കായ്ക്കത്തില്ല, ഇനി എന്നാൽ ഒരു നന്മയും ഞാൻ ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അത് സ്ട്രൈക്ക് ചെയ്യത്തില്ല. അത് അടുത്ത വർഷം ഇന്നും ഒരു 100 കിലോ മാങ്ങ അധികമായി കായ്ച്ച് ഇന്നും പൂത്ത് കുലുങ്ങി അതിന്റെ യജമാനന് കനി കൊടുക്കുന്ന നമുക്ക് കാണാം. അങ്ങനെങ്കിൽ ഇതൊരു ക്രിസ്ത്യാനിയുടെ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു വ്യക്തിക്കാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ കനി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫലം കൊടുക്കുന്ന മരങ്ങളാണെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നിങ്ങളിൽ കായ്ക്കുന്നുണ്ടെങ്കിൽ, ഈ നാട്ടുകാരും വീട്ടുകാരെല്ലാം കല്ലെടുത്ത് നിങ്ങളെ എറിയും. പക്ഷേ നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല. പിന്നെ കനി, അതിനകത്ത് ഫലം പെരുകുകയാണ്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന അല്പമായിട്ടുള്ള ഈ പരീക്ഷകളോ, ഈ പ്രയാസങ്ങളോ, രോഗങ്ങളോ, മരണമോ, ഉപദ്രവമോ കണ്ട് നിങ്ങൾ പേടിച്ചു പോകരുത്. അയ്യോ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, എൻ്റെ മേലിങ്ങനെ കമ്പനിയില്, അല്ലെ എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ ഓഫീസില്, അല്ലെ എൻ്റെ പെയ്ത്തോമില്, അല്ലെ എൻ്റെ കുടുംബത്തില്, എൻ്റെ ചാർച്ചക്കാരുടെ മധ്യയെ, എൻ്റെ ബന്ധുക്കൾ മധ്യയെ എന്നെ ഇങ്ങനെ അങ്ങോട്ട് കുറ്റക്കാരനാക്കിയല്ലോ. സ്വന്തം ഭർത്താവായിരിക്കും ഭാര്യയെ കുറ്റക്കാരിയാ മാറ്റുന്നത്. ഭാര്യ ഒരു കുറ്റവും ചെയ്തിട്ടില്ലായിരിക്കും. ചിലപ്പോൾ ഭർത്താവിനെ ആയിരിക്കും ഭാര്യ പറയുന്നത്, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ലായിരിക്കും. ചിലപ്പോൾ പെറ്റ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വിരുദ്ധമായി, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വിരുദ്ധമായി എന്തോ ഒരു ബഹളമാണ് നമ്മുടെ ഭവനത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയാണ്, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിങ്ങൾ നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വചനപ്രകാരം കർത്താവിന്റെ കൃപയിൽ നിന്നുകൊണ്ട്, സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ട് നിങ്ങൾ നിന്നെ സഹിക്കുന്നെങ്കിൽ നിങ്ങളാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, കർത്താവിനൊന്നും കൊടുക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല, ഇഷ്ടമുണ്ടേ പെയ്ത്തോമിൽ വന്നു. പേരിന് ബെന്തക്കോസുകാരൻ, ആഭരണമൊന്നും ഇട്ടിട്ടില്ല, ബെന്തക്കോസുകാരനുള്ള പേരുണ്ട്. വർഷങ്ങളായിട്ട് പരമ്പരയായിട്ട് നമ്മളിങ്ങനെ ബെന്തക്കോസിൽ കിടക്കുക. ഒരു നന്മയില്ല, ഒരു നന്മയും വരത്തില്ല. ദൈവകൃപയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തിന് ജീവിക്കുവാൻ സമർപ്പിച്ച് ഈ വചനപ്രകാരം സത്യത്തിലും ആത്മാവിലും ജീവിക്കുന്ന ദൈവ പൈതലെ, ദൈവദാസന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഈ സത്യത്തിലൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്. ഈ ലോകം നമ്മളെ ഏറ്റെടുക്കത്തില്ല, ഈ ലോകം നമ്മളെ സ്നേഹിക്കത്തില്ല, ഈ ലോകത്തിൽ നമ്മളെ വേണ്ട. കാരണം നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മളെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് പറിച്ചെടുത്തിരിക്കുകയാണ്. കാട്ടൊലിവായ നമ്മളെ വെട്ടിയെടുത്ത് നല്ല ഒലിവോട് നമ്മളെ ചേർത്തിരിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിന് സംബന്ധമില്ല. നമ്മൾ ഈ ലോകത്തിന്റെ വേഷം അണിയേണ്ട പാർട്ടിയല്ല, ലോകത്തിന് ഒത്തുപോക വേണ്ടിയ പാർട്ടിയല്ല. കൃപയിൽ നിൽക്കേണ്ട കുഞ്ഞുങ്ങളാണ്, സത്യത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. അങ്ങനെ സത്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് നിന്ന വന്നാലും, ഏത് അപമാനം വന്നാലും, നിങ്ങളെ കള്ളെന്ന് പറയും, കൊലപാതകം എന്ന് പറയും, വ്യഭിചാര കുറ്റക്കാരെന്ന് പറയും, എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ കല്ലെറിഞ്ഞാലും നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് നമുക്കിവിടെ വേദപുസ്തകം നന്നായിട്ട് പഠിപ്പിക്കുന്നത്. അടുത്തത് അവിടെ കാണുന്നുണ്ടല്ലോ, ആ വാക്യത്തിനകത്ത് തന്നെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവിടെ എന്തോ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി ദൈവത്തിന് സ്തോത്രം, നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നമ്മുടെ മേലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു സാധാരണമാനതല്ല, മഹത്വത്തിന്റെ ആത്മാവാണ്. മഹത്വത്തിന്റെ ആത്മാവാണ്, സർവശക്തിയുള്ള ആത്മാവാണ്. ഏതെയും ചെയ്യുവാനും ഏതെയും സാധിക്കുവാനും അധികാരമുള്ള, എല്ലാത്തെയും ജയിക്കുവാനുള്ള അധികാരമുള്ള, മരണത്തെ ജയിക്കുവാൻ അധികാരമുള്ള, പിശാചിന്റെ സകല തന്ത്രങ്ങളെയും തകർത്ത് അവന്റെ തലയെ ആമീൻ തകർക്കുവാനുള്ള അധികാരമുള്ള ഒരഭിഷേകമാണ് ദൈവമക്കളെ നമ്മുടെ മേൽ കർത്താവ് ഊറ്റിയിരിക്കുന്നത്. അതാണ് അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മഹത്വത്തിന്റെ ആത്മാവായ
ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. പിന്നെ എന്തിനു നിങ്ങൾ ഭ്രമിക്കണം? എന്തിനു നിങ്ങൾ ഭയപ്പെടണം? ഈ വാളിനെ കണ്ട്, ഈ ഭീഷണി കേട്ട്, ഈ കല്ലേറ് കണ്ട്, ഈ ഉപദ്രവം കണ്ട്, ചെറിയ ഭയങ്കര രോഗമായിരിക്കും, മാരക രോഗമായിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കാത്ത രോഗമായിരിക്കും. നിങ്ങളുടെ റിപ്പോർട്ടെല്ലാം നിങ്ങളെ ഇട്ട് കുലുക്കുകയായിരിക്കും. നിങ്ങളുടെ വിശ്വാസ കപ്പലെ ചുക്കാൻ മുറിക്കാൻ നോക്കുകയായിരിക്കും. മെഡിക്കൽ റിപ്പോർട്ട് പേടിക്കരുത്. നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ എല്ലാത്തെയും ജയിച്ച ഒരു ക്രിസ്തുവാണ് എന്നുള്ള ബോധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് ഏത് രോഗം വന്നാലും, ഏത് ആപത്ത് വന്നാലും, ലോകം മുഴുവനും നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വന്നാലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ ജീവനോട് കാത്തു സൂക്ഷിക്കുവാൻ, നിത്യതയിൽ കൊണ്ട് കൊടുക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് പ്രാപ്തിയുണ്ട്. ആ ദൈവകരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ദൈവത്തിന്റെ കാവലും സൂക്ഷിപ്പുമാണ് നമ്മളോടുകൂടെ ഇരിക്കുന്നത്. എങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്. കർത്താവ് നമ്മുടെ കൂട്ടിനുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് സാധാരണ ആളല്ല, വലിയവനാണ്. ലോകത്തെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്, പാതാളത്തെ ജയിച്ചവനാണ്, സകല പിശാചിന്റെ എല്ലാ കാര്യങ്ങളും ജയിച്ച ഒരു ദൈവമാണ് നിങ്ങളോട് കൂടെ, എന്നോട് കൂടെ ഇരിക്കുന്നത്. ആ ദൈവം നിങ്ങളെ ആത്മാർത്ഥമായി നടത്തും. അവർ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചോ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചോ, നിങ്ങളുടെ ജോലിയിലുള്ള പ്രോബ്ലമോ, ശരീരത്തിലുള്ള രോഗങ്ങളോ, മരണമോ, ഏത് വിധമായിട്ടുള്ള ആപത്തുകൾ വന്നാലും നിങ്ങൾ പരിഭ്രമിക്കരുത്. ധൈര്യമായി നിൽക്കുക. ഇവിടെ പറയുന്ന ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവെ, ഒരു പ്രാവശ്യം കൂടി 1242 ദിവസം ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ആലോചന കൊടുക്കുവാനും, ഒന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം അതിന് ഭാഗ്യം തന്നല്ലോ. ഇരുട്ടോട് എഴുന്നേൽപ്പിച്ചല്ലോ, അത് രാവിലെ എഴുന്നേൽപ്പിച്ചല്ലോ. കർത്താവെ, അനേകർ കിടന്ന് ഉറങ്ങി, കർത്താവെ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ ഇരുട്ടോട് എഴുന്നേറ്റിരുന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവെ നെടുവീർപ്പ് വിടുവാൻ, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ, എല്ലാവരെയും കൊണ്ട് നിന്റെ പാദപീഠത്തിൽ കൊണ്ട് വെക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ. കേരളത്തിലും ഇന്ത്യയിലും വെളിയിലുമായി പല രാജ്യങ്ങളിൽ കർത്താവേ സ്തോത്രം, അനേകായിരം കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അനേകർക്ക് അത് ആശ്വാസമായി മാറുന്നു, അനേകർക്ക് അത് സന്തോഷമായി മാറുന്നു, അനേകർക്ക് ധൈര്യവും ബലനും സൗഖ്യവും സമാധാനവും നീ പകർന്നു കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ സകല പരീക്ഷകളിലും എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിന്റെ കരം ഈ പ്രാർത്ഥനയോട് ഇരുന്ന് നിന്റെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും എന്റെ ദൈവം തമ്പുരാൻ സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒരു നാൾ നീ കൈവിടരുത് അപ്പച്ച, ഉപേക്ഷിക്കരുത്, മറക്കരുത്, തള്ളിക്കളയരുത്. കർത്താവേ, ഏത് പരീക്ഷ വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് പട്ടിണി വന്നാലും, ഏത് മരണം വന്നാലും, ഏത് വിധത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ ശത്രു ഏത് രീതിയിൽ വന്നാലും കർത്താവേ, അത് ഈശാന പോലെ കൊടുങ്കാറ്റായിരിക്കും, അത് ഭയങ്കര സുനാമി ആയിരിക്കും, അത് ഭയങ്കര മരണഭയമായിരിക്കും. കർത്താവേ, സകലവും നഷ്ടപ്പെടുത്തി എല്ലാം തകർക്കുവാനുള്ള ശക്തിയോടായിരിക്കും അത് വരുന്നത്. എങ്കിലും അവരെ തകർക്കുവാൻ പ്രാപ്തിയുള്ളൊരു പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ രക്ഷിക്കണമേ, അവരെ വിടുവിക്കണമേ, അവരെ കാത്തു സൂക്ഷിക്കണമേ. ഒരുത്തർക്കും ഒരനർത്ഥം, ഒരാപത്ത്, വേദന, കണ്ണുനീര്, നഷ്ടം വരുവാൻ ദൈവം സമ്മതിക്കരുത് അപ്പച്ച. ദേശത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് എന്റെ കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നു, ആ കേൾക്കുന്ന സമയത്ത് തന്നെ എന്റെ ദൈവത്തിന്റെ മുറിവേറ്റ കരം, അത്ഭുതം ചെയ്യുന്ന കരം, ആശ്വാസത്തിന്റെ കരം, ആനന്ദത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങളും തുടരണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുറിക്കുന്നവനും മുറിവെ പൊറിപ്പിക്കുന്നവനും നീയല്ലേ അപ്പച്ച. ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പട്ടിണി ആയിക്കൊള്ളട്ടെ, ഏത് ഉപദ്രവമായിക്കൊള്ളട്ടെ, ഏത് പോരാട്ടമായിക്കൊള്ളട്ടെ, ഏത് പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും നിന്റെ കുഞ്ഞുങ്ങൾ തളർന്നു പോകുവാൻ, ക്ഷീണിക്കുവാൻ, തലകുനിയുവാൻ, കർത്താവെ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൃപയിൽ നിൽക്കട്ടെ അപ്പച്ച, എല്ലാവരും കൃപയിൽ നിൽക്കട്ടെ, എല്ലാവരും കൃപയിൽ നിൽക്കട്ടെ. വചനത്തെ വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് പോകാതെ എല്ലാവരും കൃപയിൽ നിൽക്കട്ടെ പച്ച, എല്ലാവരും കൃപയിൽ നിൽക്കട്ടെ പച്ച. അവർ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ, അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കട്ടെ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ അത് പുതുപ്പിക്കട്ടെ. കൃപയിന്മേൽ കൃപ പ്രാപിച്ച് നിന്റെ കുഞ്ഞുങ്ങൾ ശക്തി പ്രാപിച്ച് അനുദിനവും ദൈവ കൃപയിൽ വളർന്നു നിൽക്കുവാൻ, തലനൂർന്നു നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. അവർക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന ഒരു കാര്യവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഫലിക്കരുത്. ഒരു കുഴിയിലും നിന്റെ കുഞ്ഞുങ്ങൾ വീഴരുത്, ഒരു വലയിലും നിന്റെ കുഞ്ഞുങ്ങൾ വീഴരുത്, ഒരു കണ്ണിയിലും നിന്റെ കുഞ്ഞുങ്ങൾ വീഴരുത് പച്ച. എത്ര ശത്രുക്കൾ
ശത്രുക്കൾ എഴുതിട്ട് വന്നാലും, ലോകം മുഴുവൻ എതിർത്ത് വന്നാലും, എത്ര ആയിരം പേരുകൾ പടയെടുത്ത് വന്നാലും அதை ജയിക്കുവാനുള്ള കൃപ എന്റെ ദൈവത്തിനുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പിച്ച. ഓ സ്തോത്രം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ എന്റെ പിച്ച. എത്ര സ്തുതിച്ചാലും ഞങ്ങൾക്ക് മതി വരത്തില്ല. കരയാൻ തോന്നുന്നു, ആഹ്ലാദിക്കാൻ തോന്നുന്നു, ആത്മാവിൽ തുള്ളി കുതിക്കാൻ തോന്നുന്നു. ഞങ്ങളോട് കുടിക്കുന്ന ആത്മാവിന്റെ ആ ഒരു മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. കുഞ്ഞുങ്ങളെ, ഇതുള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? ഈ ആത്മാവ് സകലത്തെയും നമുക്ക് ചെയ്തു കൊടുക്കുന്നവനാണ്. നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതാണ് ഈ ആത്മാവ്. നമ്മളെ വഴി നടത്തുന്ന ആത്മാവ് നമ്മളെ ശരിயான പാതയിൽ കൊണ്ടുപോയി നമ്മളെ സ്വർഗത്തിലേക്ക് പരമേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പരിശുദ്ധാത്മാവാണ് നമ്മളെ മേൽ വ്യാപരിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്നുകൊണ്ട് വിഷമിക്കണ്ട, കലങ്ങണ്ട, പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകൃപയിൽ നിൽക്കുക, ദൈവ സന്തോഷത്തിൽ നിൽക്കുക. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ നാമം മാത്രം ഇതുമൂലം മഹത്വം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ശരീരത്തിൽ വിടുതലാണ്, ഭവനത്തിൽ വിടുതലാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാണ്. ഏത് വിഷയം നിങ്ങൾ തല കുനിച്ചു വെച്ചോ അവിടെ കർത്താവ് തല നൂർക്കാൻ പോവുക. വിഷമിക്കരുത്, പേടിക്കരുത്, ചഞ്ചലപ്പെടരുത്, പതറരുത്. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. ദൈവമേ, ഈ പ്രാർത്ഥനത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടി നീ ഒരുക്കിയനായി സ്തോത്രം. ഇന്നത്തെ ഒരു സമയം ഞങ്ങൾക്ക് തന്നല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ തീ ഇറങ്ങണം വെച്ച അത്ഭുതം നടക്കണം, വിടുതലിന്റെ കരം അവിടെ ചലിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും തളരരുത്, ഒരുത്തരും പുറമോട്ട് പോകരുത്, ഒരുത്തരും ക്ഷീണിക്കരുത്. കൃപയിന്മേൽ കൃപ പ്രാപിച്ച് നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചാണ്. അപ്പച്ചൻ പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമാ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. വിഷമിക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.